ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ മൂകാംബിക പോയ വീഡിയോ തലേദിവസത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിറ്റേ ദിവസം അച്ചുടിനെയും കൊണ്ട് വിദ്യാരംഭത്തിന് രാവിലെ എത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ ഒരു 5:30 ആയപ്പോഴത്തേക്ക് അമ്പലത്തിലെത്തി ഫ്രഷായിട്ട് വന്നു കേട്ടോ. 6:30ക്കാണ് വിദ്യാരംഭം തുടങ്ങുന്നത്. അപ്പം നേരത്തെ എത്തിയതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പിന് തന്നെ ഇരിക്കാൻ പറ്റിയിട്ടോ. ഒരുപാട് ജനം ഉണ്ടായിരുന്നു. ഞാനൊരു ശകലം പുറകിലായിട്ട് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സച്ചൂടിനും അച്ഛനും ലച്ചും കൂടി ഇരിക്കുന്നുണ്ട്. ലച്ചുവിനെ 3.5 വയസ്സിൽ എഴുതിച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ വെറുതെ ഇരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിന് തന്നെ എഴുതി. അപ്പം നമുക്ക് വിദ്യാരംഭം കാണാം കേട്ടോ. श्री गणपतये नमः। श्री गुरुभ्यो नमः। श्री गुरुभ्यो नमः। അങ്ങനെ വിദ്യാരംഭമൊക്കെ കുറിച്ചു. മൂകാംബിക അമ്പലത്തിൽ വന്നിട്ട് സച്ചൂടിനെ എഴുത്തിനിരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ലച്ചുവിൻ്റെ 3.5 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ എഴുത്തിനിരുത്താൻ പറ്റി. സച്ചൂടിനെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചെങ്കിലും എന്തായാലും സ്കൂളിൽ പോകുന്നതിനിപ്പുറം നടത്തിയിട്ടോ. അപ്പം അങ്ങനെ സച്ചൂട്ടൻ അരിയിലേക്ക് എഴുതി. മൂകാംബിക അമ്പലത്തിൽ സരസ്വതി മണ്ഡപത്തിൽ വെച്ചാണ് കേട്ടോ എഴുത്തിനിരുത്തുന്നത്. ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും ആദ്യം കലാപരമായിട്ട് എന്ത് തുടങ്ങുന്നതും ഈ മണ്ഡപത്തിൽ തുടങ്ങിയാൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ജനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ചേട്ടി തലേദിവസം തന്നെ ചോദിച്ചു അമ്പലത്തിൽ എപ്പോഴാണ് തുടങ്ങണേന്ന്. അപ്പോൾ 6:30ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 6 മണി ആകുന്നതിന് മുമ്പ് തന്നെ അമ്പലത്തിൽ എത്തിയത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇരിക്കാൻ പറ്റിയിട്ടോ. ഒരുപാട് ജനം കാത്തിരിക്കുന്നുണ്ട്. ഒരുപാട് തിരക്കായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ എനിക്കൊരു സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. അപ്പം അങ്ങനെ സച്ചൂടിൻ്റെ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അങ്ങനെ വിദ്യാരംഭമൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ അമ്പലത്തിൽ ഇനി തൊഴണം. അകത്ത് കയറി രാവിലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വേഗം ക്യൂ വളരെ പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ രഥത്തിൻ്റെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എവിടെ പോയാലും ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും രഥം തൊട്ടുകൊടുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ നമുക്ക് പ്രത്യേക വഴിപാടുകളൊക്കെ കഴിക്കണമെങ്കിൽ ഹോമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇതെന്ത് ഹോമമാണെന്ന് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ നമ്പൂതിരിമാർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴിപാട് നടത്തുന്ന കുടുംബാംഗങ്ങളാണെന്ന് തോന്നുന്നു അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് നേരം നമ്മളതൊക്കെ കണ്ട് അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആണെങ്കിലും നല്ല തിരക്ക് തന്നെയാണ്. ഇത് ഇത്രയും ക്യൂ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ചുറ്റി വരണേ ഇനി മുമ്പിലെത്തണം കാണണമെങ്കിൽ. പക്ഷേ നമ്മൾ വിചാരിച്ചു കുറേ ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വേഗം തന്നെ തൊഴുതിറങ്ങാൻ പറ്റി കേട്ടോ. കാരണം ക്യൂ വേഗം പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി അമ്പലത്തിന് മുമ്പിൽ വന്നു. എല്ലായിടും കണ്ടു. പിന്നെ വഴിപാട് കൗണ്ടറിൽ പോയി വഴിപാടൊക്കെ ചെയ്ത് റെസിപ്റ്റൊക്കെ വാങ്ങി പായസമൊക്കെ വാങ്ങി. ഞാൻ പായസമല്ല അവിടെ കിട്ടുന്ന ഇങ്ങനെ പഞ്ചാമൃതം ഇല്ലേ, പഞ്ചസാരയും തേനും അങ്ങനെയുള്ള സംഭവമാണ് കിട്ടുന്നത് കേട്ടോ. ഇതാണ് മൂകാംബിക അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന കവാടം. അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ കുറേ ആഗ്രഹിച്ച് വന്നതാണ്. അപ്പോൾ എല്ലായിടും കണ്ടു. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം മൂകാംബിക അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന കവാടത്തിൽ വലിയ അമ്മേൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്നു. ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
അപ്പം എനിക്കിനി ആഗ്രഹം സ്വന്തം എൻ്റെ ഒരു സ്വന്തം വരുമാനത്തിൽ എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു, റൂമിൽ ചെന്ന് ഫ്രഷായി കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് ബസ് കയറി നമ്മൾ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ കാണിച്ചൊരു സ്ഥലമില്ലേ, അതാണ് വനദുർഗ അമ്പലം. അമ്പലമായിട്ടൊന്നുമില്ല, ഒരു കാടിൻ്റെ ഉള്ളിൽ വിളക്കത്തിക്കുന്നല്ലോ. അവിടെ ഒരുപാട് പേര് ഇറങ്ങി തൊഴുന്നു പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ തൊഴുതിട്ട് വേണം അമ്മേനെ തൊഴാമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോകുന്നു. അങ്ങനെ കൊല്ലൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബൈന്ദൂരേക്ക് ബസ് കയറി. ബൈന്ദൂരിൽ നിന്ന് നേരെ കണ്ണൂരിനുള്ള ട്രെയിനായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ട്രെയിൻ അന്ന് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ബൈന്ദൂരിൽ നിന്ന് പിന്നെ മംഗലാപുരത്തിന് കയറി. മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ കയറി രാവിലെ അവിടെ നിന്ന് 10 മണിക്ക് വിട്ടിട്ട് വീട്ടിലെത്തിയതേ രാത്രി 9 മണി ലാസ്റ്റ് ബസ്സിനാണ് കേട്ടോ നമ്മൾ വീട്ടിലെത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ടാറ്റാ ബൈ ബൈ. ഓക്കെ.